വരുന്ന വഴിക്ക് അമ്പലം വരുന്നുണ്ടേ, അമ്പലവും കാര്യങ്ങളൊക്കെ. സൂപ്പർ. ഞാൻ പിന്നെ യാത്ര തുടങ്ങിയിട്ടോ. നല്ലൊരു റൂട്ടാണ് കേട്ടോ വരുന്നത്, നല്ല ഹൈവേ ആണേ. ഇവിടെയൊക്കെ തേയിലയൊക്കെ കട്ട് ചെയ്തിട്ട് കുമ്മായൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചൂടാക്കാണ്ടിരിക്കാൻ വേണ്ടിയൊക്കെ ഇടുന്നതാണ് ഈ കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നപ്പോൾ ചെറിയൊരു ടൗൺ കാണാം കേട്ടോ. ഇവിടെ ഒരു അമ്പലമൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ടേ, നല്ല രസമാട്ടോ കാണാനൊക്കെ. പിന്നെ മാഞ്ചിക മരങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ചെറിയൊരു ടൗണ്. ഇവിടെ ചപ്പ് കുറച്ച് ട്രാക്ടറിൽ കൊണ്ടുപോവാണ് കേട്ടോ, എങ്ങോട്ടേക്കോ കൊണ്ടുപോവാണ്. എന്ത് ഭംഗിയാ നോക്കി, എന്ത് ഭംഗിയാ റൂട്ട് കാണാനല്ലേ, വളവും തിരിവും. എന്തായാലും പുത്തൂരിലോട്ട് റൂട്ട് നല്ല റൂട്ടാണ് കേട്ടോ, നല്ല വൃത്തി. പെരിയകട പോകണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ സ്കൂട്ടിയിൽ കയറിയായിരുന്നേ. കേറക്ക ഞാൻ ബസ് ഫ്രീ താനേ. ആ, காலையில் எத்தனை மணிக்கு வருவாங்க? காலை 7 மணிக்கு வருவோம். 7 மணிக்கு வருவாங்க. உங்கள் பேர் என்ன? ஆமாம், தேவி. ദേവി. ഒരു അമ്മാവ് കേട്ടോ, ഒരു അമ്മാവ് താഴെ വരെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ സ്കൂട്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താഴെ നമ്മൾ ഹെൽപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ താഴെ വരെ അമ്മാവെ ഒന്ന് ഇറക്കിയിട്ട് പോലാം. കൊട്ടത്തോണിയിൽ മീൻ പിടിക്കുന്നുണ്ട്. ചെറിയൊരു ടൗൺ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ അക്കാവിടെ വീട് ഇങ്ങ ഇരിക്കുന്ന സൊന്നെ റൂട്ടാണേ. ഇവിടെ ചെറിയ മഴക്കാറുണ്ട് കേട്ടോ. ഇപ്പം മഴ പെയ്യുന്നതാണ് തോന്നണേ. ഫുള്ള് കാപ്പിത്തോട്ടവും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഇവിടെ വരുന്നത്. നല്ല ഭംഗിയുള്ള റൂട്ടാണ് കേട്ടോ. അപ്പം ഞാനിപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 1 മണി 1:30 ആവാനായിട്ടോ. ഞാൻ വഴിയിൽ നിന്ന് കണ്ടൊരു കാഴ്ചയാണ്. 2 കുരങ്ങൻകുട്ടന്മാർ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന. എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കൊരു ചടപ്പിട്ടോ, എന്തോ പെറുക്കി തിന്നെയാണ് ഇവർ. കണ്ടല്ലേ, ചെറിയൊരു കടയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുരങ്ങുട്ടന്മാരെന്താ നോക്കി കാണിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് കുറച്ച് റോഡ് താഴോട്ട് പോകുന്നുണ്ട്. ഈ വഴിയായിട്ടോ നമുക്ക് പോകേണ്ടത്, പൊള്ളാച്ചിയിലോട്ട്. അപ്പോൾ വണ്ടിയിൽ ഇത്തിരി എണ്ണ കുറവ്, നമുക്ക് എണ്ണ നോക്കി നോക്കാം. അപ്പോൾ എണ്ണ അത്യാവശ്യം ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പൊള്ളാച്ചി പോയിട്ട് എണ്ണ അടിച്ചിട്ട് വേണം നമ്മൾ അതിലൊക്കെ ഇറങ്ങി വേണം പോകാൻ പൊള്ളാച്ചിയിലോട്ട് കേട്ടോ. വാൾപ്പാറ പോയി എണ്ണ അടിച്ചിട്ട് പൊള്ളാച്ചി പോകാം. അപ്പോൾ നമുക്കിതിലേ അങ്ങോട്ട് പോവാം. അവിടെ എത്തുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പോകുന്ന വഴിക്ക് വേറൊരു കാഴ്ച ഉണ്ടായിരുന്നു കേട്ടോ. വലിയൊരു മല ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ മലേൻ്റെ താഴെ കുറേ വീട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ഒരു വീട് കല്ലും കൊണ്ട് മൊത്തം പണിതാന്ന് തോന്നുന്നു. ഇതൊക്കെ റൂംസ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയാന്ന് തോന്നുന്നുണ്ടേ. അതിൻ്റെ അപ്പുറത്തുണ്ട് കല്ലും കൊണ്ട് കെട്ടി ഉണ്ടാക്കുന്നത്. ഈ മല അങ്ങ് നീണ്ട് കിടക്കുക കേട്ടോ. എൻ്റെ റൈറ്റ് സൈഡിൽ കുറേ റൂംസ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് ഫുള്ള് തേയിലയാണ് കേട്ടോ ചുറ്റും വരുന്നത്. പാടികൾ വരുന്നുണ്ട്. എന്നാൽ നമുക്ക് പോയാലോ. അവിടെ പാറേൻ്റെ ഇപ്പുറത്തായിട്ടൊരു പള്ളി സ്ഥിതി ചെയ്യുന്നുണ്ട്. വേളാങ്കണ്ണി മാതാവ്, ഈശോ മാതാവൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് പള്ളി കാണാൻ. ഈ പള്ളി കഴിഞ്ഞ് നമ്മളൊരു 56 കിലോമീറ്ററോളം പോകണം കേട്ടോ പൊള്ളാച്ചിയിലോട്ട്. ഇങ്ങോട്ടൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. നല്ല റൂട്ടാട്ടോ. അന്നത്തെ അങ്ങ് മേലോട്ട് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ മലയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമുക്കെന്നാൽ പോവാല്ലേ. നല്ല മഴ പെയ്യുന്നുണ്ട്, മഴക്കാറുണ്ട്. ഇപ്പം മഴ പെയ്യുന്നു തോന്നുന്നു. എൻ്റെ മുന്നിൽ കാണുന്ന എന്താന്ന് നോക്കിയേ, വലിയ മലനിരകളാട്ടോ. വലിയ മലനിരകൾ, തേയിലത്തോട്ടങ്ങൾ, മഴക്കാറ് മൂടിയിട്ടുണ്ടേ. എന്ത് ഭംഗിയെ നോക്കിയേ. ചെറിയ ബസ് സ്റ്റാൻഡ് വരുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ട് കേട്ടോ, ചെറുതായി ചാറുന്നുണ്ടേ. ആ മലേൻ്റെ ബേക്കിൽ വലിയൊരു മല സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ മാത്രം വെയിലുണ്ട് കേട്ടോ, വെയിൽ. ഇവിടുത്തെ ഒരു പോലീസ്
ചെറിയൊരു ബസ്സാണ്, കംപ്ലൈൻ്റാന്ന് തോന്നുന്നു. കംപ്ലൈൻ്റായി കിടക്കുക കേട്ടോ, കുറേ കാലമായിട്ട് ഇത് കംപ്ലൈൻ്റായിട്ട് കിടക്കാമെന്ന് തോന്നുന്നു. ഇത് ചെറിയൊരു പാടിയും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അവിടെ ഒരു ചർച്ച് വരുന്നുണ്ട്. ചെറിയൊരു ടൗൺ പോലെ ഉണ്ട് കേട്ടോ അവിടെ. ചുരം കയറി ഇങ്ങ് വന്നു കഴിയുമ്പോൾ ഈ മല ഒന്നുകൂടി നമുക്ക് നേരിട്ട് കാണാം കേട്ടോ. ഫുള്ള് മഞ്ഞൊക്കെ മൂടി നിൽപ്പുണ്ടേ. ഇതാണ് ബ്രിട്ടീഷുകാരൻ കാറൂർ മാഷ്. ഈ കാറൂർ മാഷാണ് കേട്ടോ ഈ പൊള്ളാച്ചി കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വ്യൂ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നുണ്ടേ. അപ്പോൾ അത് ഞാൻ പരിചയപ്പെടുത്തിത്തരാം. ഇവിടെ ഫുള്ള് കമ്പി വേലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പുറത്തേക്ക് ആരും പോകാണ്ടിരിക്കാൻ വേണ്ടി. ഓ, ഇത് വലിയൊരു വ്യൂ പോയിൻ്റ് ആട്ടോ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ. അവിടേക്കൊക്കെ ഫുള്ള് മഴയാണ്. ഇങ്ങോട്ട് ഫുള്ള് കോട മൂടി നിൽക്കുന്നുണ്ട്, നല്ല കാറ്റ് വീശുന്നുണ്ട്. അങ്ങോട്ടൊക്കെ നല്ല ഇടം സ്പോട്ടാട്ടോ. അതൊക്കെ ബ്രിട്ടീഷ് കേന്ദ്രമാണ് കേട്ടോ അവിടെ ആ കാണുന്നത്. അപ്പം ഞാൻ ആ കാറൂർ മാഷിനൊരു പ്രതിമ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രതിമ ഒന്ന് പരിചയപ്പെടുത്തരാം. ഇതാണ് കേട്ടോ ആ പ്രതിമ. ഇപ്പം ഈ കാറൂർ മാഷാണ് ഈ പൊള്ളാച്ചി കണ്ടുപിടിച്ചതെന്നാണ് ഇവിടെ പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഒരു ചായക്കടയൊക്കെ വരുന്നുണ്ട്. വരുന്നവർക്ക് ചായ കുടിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. വരുന്നവരെല്ലാവരും ഒന്ന് ഇവിടെ ഒന്ന് കയറി കാണണം കേട്ടോ, എക്സ്പ്ലോർ ചെയ്യണേ. നമുക്ക് പോയാലോ. എന്ത് രസമാണെന്ന് നോക്കിയേ, ഫുള്ള് കോടയാട്ടോ. കോട മൂടിയേ, ഫുള്ള് കോട താഴോട്ട് മൊത്തം കോട മൂടി, ഒന്നും കാണുന്നില്ല കേട്ടോ. നോക്ക് സുഹൃത്തുക്കളെ, ഫുള്ള് മഞ്ഞ് മൂടി, ഒന്നുപോലും കാണുന്നില്ല കേട്ടോ. എന്ത് ഭംഗിയാ നോക്കി കാണാന്. മുന്നോട്ടൊന്നും കാണുന്നില്ല, ഫുള്ള് കോട മൂടിയിട്ടോ. മൊത്തം ഫുള്ള് കോട മൂടിയിട്ടോ. ഈ റൂട്ട് നമ്മളിപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 10-16 കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടോ പൊള്ളാച്ചിയിലോട്ട് എത്താൻ കേട്ടോ. ഫുള്ള് മൂടിയിട്ടോ. എന്ത് ഭംഗിയാ കാണാൻ നോക്കിയേ. മഞ്ഞിങ്ങനെ മേത്തടിക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് ഞാൻ നനഞ്ഞേ. അപ്പം ഞാൻ കുപ്പിയും ഒരു 3 ബെന്നുണ്ട് അതും കഴിക്കുക കേട്ടോ. ഈ മഞ്ഞ് മേത്ത് തട്ടുന്ന കൂടെ ഒരു കുപ്പി വെള്ളവും ഒരു ചെറിയ ബെന്നും കഴിക്കുമ്പോൾ എന്ത് രസമാണെന്നറിയോ, എന്തൊരു ഫീലാണെന്നറിയോ മഞ്ഞ് മേത്ത് തട്ടുമ്പോൾ. ഞാൻ ഫുള്ള് നനഞ്ഞു കേട്ടോ, വണ്ടി മൊത്തം നനഞ്ഞേ. ഇത് കണ്ടോ, റോഡ് പോലും കാണുന്നില്ല, ഒരാളെയും കാണുന്നില്ല കേട്ടോ. അത്രയ്ക്ക് കോടയാണ്. എന്ത് രസമാണെന്നറിയോ ഈ റൂട്ട്. ഈ റൂട്ടൊന്ന് എന്തായാലും എക്സ്പ്ലോർ ചെയ്യണ്ട എല്ലാവരും. ഇത് പൊള്ളാച്ചി റൂട്ടാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ വേറൊരു വെള്ളച്ചാട്ടം കേട്ടോ. ഇത് പൊള്ളാച്ചി റോഡിൽ സ്ഥിതി ചെയ്യുന്നൊരു വെള്ളച്ചാട്ടമാണ്. എന്ത് ഭംഗിയെ കാണാൻ നോക്കിയേ. ആ മലനിരകളിൽ നിന്ന് വരുന്ന കേട്ടോ ഇത്. എന്ത് ഭംഗിയല്ലേ കാണാനൊക്കെ. ഇതാട്ടോ ലൊക്കേഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഈ 2 പാലത്തിൻ്റെ ഇപ്പുറത്തായിട്ടാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ദൂരം വന്നു കഴിഞ്ഞപ്പോൾ വേറൊരു ഇടം സ്പോട്ട് കേട്ടോ. മേലെ നിന്നൊരു വെള്ളച്ചാട്ടം വരുന്നുണ്ട്. ഇവിടെ ചെറിയ കച്ചിയൊക്കെ മറിച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു ടീ ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ. ഇതാട്ടോ സ്പോട്ട്. ഇവിടെ കച്ചിയും കൊണ്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. തൂണൊക്കെ വെച്ചിട്ട് ചെറിയൊരു പാലം, അതിൻ്റെ അടിയിലൂടെ ആയിട്ട് ഈ വെള്ളം പോരുന്നത്. ചെറിയൊരു വെള്ളച്ചാട്ടമാണേ. ഇത് ഈ പൊള്ളാച്ചി റൂട്ട് തന്നെയാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു ഫീലിംഗ് കേട്ടോ അവിടെ നിൽക്കുമ്പോൾ തന്നെ. ചായ കുടിച്ചാൽ ഫീലിംഗ് ഇങ്ങനെ നിൽക്കാം കേട്ടോ. കുറച്ച് ചേട്ടന്മാരവിടെ ചായ കുടിക്കുന്നുണ്ട്.